വെൽക്കം ടു മൈ ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്നുണ്ടാക്കാൻ പോണത് എഗ് ബുർജിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട, സബോള, തക്കാളി, ജീരകം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില. പാൻ ചൂടാവാൻ വയ്ക്കുക. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ജീരകം പൊട്ടിക്കണം. അത് വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ സബോള ഇടാം. സബോള ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിൽ ഉപ്പും കൂടിയും ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നല്ലേ പറയുക, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. അത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക. ഒരുവിധം ആവണ വരെ വഴറ്റണം. വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട, ഒരു ലൈറ്റ് ഷെയ്ഡ് മാറിയാൽ മതി. ഒരു ഗ്ലാസ് പരുവെന്നൊക്കെ പറയില്ലേ, ആ പരുവാകുമ്പോൾ. അത് കഴിയുമ്പോൾ അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനും നന്നായിട്ട് വഴറ്റുക. 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും. അപ്പോഴേക്കും അത് ആവും. അത് കഴിഞ്ഞിട്ട് അതിൽ ആ മസാലപ്പൊടികൾ, നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളൊക്കെ ഇടുക. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ഇനി ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒഴിവാക്കാം. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം തോന്നാറ്. അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കുക. ചെറുതായിട്ട് മുറിച്ച തക്കാളി, നന്നായി പഴുത്ത തക്കാളി വേണം, അപ്പോഴാണ് പെട്ടെന്ന് വഴണ്ടി കിട്ടുക. അത് ചേർത്ത് കൊടുക്കുക. ഇതിനൊന്ന് അടച്ച് വേവിക്കുക. വെന്ത് വരുമ്പോൾ ഇതിലൊരു വിധപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് മുട്ട ഒന്ന് പൊട്ടിക്കുക. 4 മുട്ട ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു മുട്ട പോയി. ബാക്കി 3 മുട്ടയെ പെട്ടുള്ളൂ. അതിനൊന്ന് നന്നായി അടിച്ച് ബീറ്റ് ചെയ്യുക. അതിനെയും കൂടി ഇതിലൊഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശത്തും മസാല ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായി ഇളക്കി പൊടി ആവണ വരെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ടേസ്റ്റ് വരിക. എല്ലാ മസാലയും പിടിച്ച് പൊടി പോലെ ആവണം. അത് തന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറേശ്ശെ പൊടിയായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടിയൊക്കെ മതിയാവും. ഒരു പൊടി പോലെ ആവും. ഇനി ആവണ്ട, ഇതുപോലത്തെ ഒരു പരുവത്തിൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വേണം. കുറച്ച് പൊടി ആവണതാണ് രസം. ആയിട്ടുണ്ട് ഒരുവിധം. ഇനി മല്ലിയില ആവശ്യത്തിന് തൂവ്. ഇത് ചപ്പാത്തിയുടെ കൂടിയും ബ്രെഡിൻ്റെ കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Take care. Bye bye.